നമസ്കാരം. അംശുമുമ്പയുടെ മറ്റു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. മുംബൈ മലയാളികൾക്കായി വിഭാവനം ചെയ്ത മയിൽപീലി അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 10 വയസ്സ് മുതൽ 40 വയസ്സ് വരെ പ്രായപരിധിയുള്ള നഗരത്തിലെ പ്രതിഭകൾ ഒന്നിനൊന്ന് മെച്ചപ്പെട്ട പ്രകടനങ്ങളുമായി എത്തിയപ്പോൾ ഓരോ കവിതയും ആസ്വാദക മനസ്സുകളിൽ കുളിർമഴയായി പെയ്തിറങ്ങുകയായിരുന്നു. ഫൈനൽ ഘട്ട മത്സരത്തിൽ അവസാനമായി നമ്മൾക്ക് മുന്നിൽ എത്തുന്നു ശ്യാംലാൽ. ശ്യാംലാൽ, അങ്ങനെ അവസാന ഘട്ടത്തിലേക്ക് എത്തി. ഏത് കവിതയാണെന്ന് ചൊല്ലാൻ പോകുന്നത്? ഞാൻ ശ്രീ NK ദേശത്തിന്റെ പ്രകൃതിയിലേക്ക് എന്ന കവിത. നന്നായി ചൊല്ലാൻ സാധിക്കട്ടെ ശ്യാംലാൽ. നന്ദി. അവസാന ഘട്ട മത്സരമാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നെർവസ്നെസ് തീരെ കുറവും സന്തോഷവും ഉത്സാഹവും ഒരുപാട് ജാസ്തിയുമായിട്ട് നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. നന്ദി. രാവിലുറക്കമിളച്ചു വെളുപ്പിനു കോവിലിൽ നിന്നു മടങ്ങുമ്പോൾ പച്ചപ്പൊന്തപ്പഴുതൂടെ പുലർവെട്ടമൊലിച്ചു തുടങ്ങുമ്പോൾ വീടണയാൻ വയലോരത്തൂടൻ ചോടുകൾ അലസം നീൾ ഇരവിൽ പാടിക്കേട്ടൊരു പാട്ടിൻ നീരടിയൻ ചൊടിമൂളുമ്പോൾ കാട്ടുപടർപ്പിന്നിടയിൽ അരങ്ങിൽ കേട്ടൊരു ഗോഗ്വാവിളി വീണ്ടും കണ്ണിലിറങ്ങു വിളക്കിന്നാളം കാതിലിരമ്പും കളിമേളം വേലിയിൽ നോക്കുമ്പോൾ ഒരു കഥകളി വേഷത്തിന്റെ അരങ്ങേറ്റം തേപ്പും കോപ്പുമിണങ്ങിയൊരസൽ ചോപ്പൻ താടിയിതാ മുന്നിൽ ഇപ്പുതു നട്ടുവനാരാവോ ഒരു തൊപ്പിത്തലയൻ കിളിയോ നീ അദ്ഭുതമേ പ്രകൃതീശ്വരിതൻ കരശില്പവിധാന മനോധർമ്മം അദ്ഭുതമേ പ്രകൃതീശ്വരിതൻ കരശില്പവിധാന മനോധർമ്മം ചായം പൂശിയ കവിളും കുറ്റിച്ചാമരമണിയും തലയും ചുണ്ടപ്പൂവിൻ ചോപ്പു കലങ്ങിയ മിഴിയും കാവിത്തൂവലുടുപ്പിൻ മിഴിവും ചുട്ടിയണിഞ്ഞ മുഖം പല മട്ടിൽ ചിട്ടയിൽ വെട്ടിത്തിരിയും ബിരുദും ചമയം ശബളം ചലനം ചടുലം ചതുരതരം നിൻ തിരനോട്ടം ചേരലുറക്കം മുതലാം തിര്യച്ചര്യയ്ക്കപ്പുറമായി ഉണ്ടു നിനക്കു കലാചാതുര്യം നന്നു സഖേ തവ താത്പര്യം ആനന്ദിക്കിലും അഭിനന്ദിക്കിലുമാകുലമെൻ മനമതിനൊപ്പം ആരറിവൂ നീ അഭിനയലയമാർന്നാട്ടുമുദാത്ത മനോധർമ്മം കണ്ടാൽ തന്നെ ചുഴിഞ്ഞറിയുന്നോരുണ്ടോ സൂക്ഷ്മകലാമർമ്മം നിഷ്ഠയോടെന്നും അനുഷ്ഠിക്കുന്നു നിഷ്കാമം നീ നിജകർമ്മം കഥയറിയാത്തോർ കഥയില്ലാത്തോർ കളി കാൺമോരെന്നറിയാതെ ഞാനും പെടുമപ്പടയിൽ പെരുതവമാനമിതെന്നാൽ പരമാർത്ഥം കച്ചമെഴുക്കുകൾ തന്നതൊരേ കളിയച്ഛൻ നമ്മൾക്കിരുപേർക്കും ഒറ്റക്കളരി ഒരാശാൻ ഒരുപോലൊത്തു പഠിച്ചു വളർന്നവർ നാം എന്നാലെങ്ങനെ ആർക്കെവിടെ പിഴവന്നു പിണഞ്ഞെന്നറിവീല നമ്മുടെ കോപ്പുകൾ മുദ്രകൾ ശൈലികൾ തമ്മിലിണങ്ങാതായിപ്പോൾ നമ്മുടെ കോപ്പുകൾ മുദ്രകൾ ശൈലികൾ തമ്മിലിണങ്ങാതായിപ്പോൾ നിന്റെ നിസർഗ കലാനിപുണതയും നിസ്സംഗതയുമൊരളവോളം ക്ഷുദ്രവികാരമലീമസമാം നരഹൃത്തിനു നേടാനായെങ്കിൽ എത്ര രസാവഹമായേനേ വാഴ്വെത്ര മനോഹരമായ
കരളിനകമേ പാട്ടമൃദുറവും കണ്ണിൽ വെളിച്ചവുമായി ഞാൻ നീയായേനെ. മർത്യനതിൽ പരമയ്യ മറ്റൊരു വരമുണ്ടോ? ചിറകും കരളിനകമേ പാട്ടമൃദുറവും കണ്ണിൽ വെളിച്ചവുമായി ഞാൻ നീയായേനെ. മർത്യനതിൽ പരമയ്യ മറ്റൊരു വരമുണ്ടോ? ശ്യാംലാൽ, ചേച്ചി ഒരു ഗ്രാൻഡ് ഫിനാലെ അവതരണം എന്ന രീതിയിൽ കേൾക്കാൻ നല്ല സുഖമുള്ളൊരു ഈണമായിരുന്നു. ഒരുപാട് നന്ദി. ബാക്കി എന്താണെന്നുള്ളത് ജഡ്ജസിൽ നിന്ന് അറിയാം. രാമൻ സർ, കവിത ചൊല്ലി തമർക്കുക, ആനന്ദിക്കുക, ആ അനുഭവം ഏറ്റവും ഭംഗിയായിട്ട് പകർന്നു തരാൻ ശ്യാമിൻ്റെ ആലാപനത്തിന് കഴിഞ്ഞു. ഇത് പറയുമ്പോൾ എൻ്റെ കണ്ണ് നിറയാണ്. അത്രയും ആ ആനന്ദത്തിൻ്റെ ഒരു പരകോടിയിലെത്തിക്കാൻ സാധിച്ചു. എനിക്ക് ഇതിൽ ഏറ്റവും മനോഹരമായി തോന്നിയൊരു കാര്യം ശ്യാംലാലിൻ്റെ ആ ഇൻവോൾവ്മെൻ്റാണ്. കവിതയിലുള്ള ലയം അതാണ് ഏറ്റവും കൂടുതൽ അതിന് എനിക്ക് ഇതായി തോന്നിയത്, ഏറ്റവും ഗംഭീരമായി തോന്നിയത്. ഒരു തെറ്റുമില്ല, തെറ്റുകളൊന്നും പറയാനില്ല. അത്രയേറെ ആനന്ദാനുഭവം എനിക്ക് തോന്നിയത് കേട്ടപ്പോൾ എന്നെ പ്രത്യേകം നന്ദി പറയും. താങ്ക് യു സർ. രാജീവ് സർ, എന്തൊരു ഗംഭീരമായി പ്രകടനം. ഞങ്ങളിത് ശരിക്കും പറഞ്ഞാൽ ഈ ഫൈനൽ നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു. എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു പ്രതിസന്ധിയിലാണ് ഇപ്പൊ നമ്മൾ വിധികർത്താക്കള് നിൽക്കുന്നത് എന്നുള്ളതാണ്. മോനെ അതിഗംഭീരമായിട്ടോ, അതിലിപ്പോ ഒന്നും പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഈ കവിതയുടെ പ്രസക്തി അത് തന്നെയാണ്. ഭൂമിയുടെ അവകാശികൾ എല്ലാവരുമാണെന്നുള്ളതാണ്. അത് ഉൾക്കൊണ്ടുകൊണ്ട് ചൊല്ലി എന്നുള്ള കച്ചമെഴുക്കുകൾ തന്നത് ഒരേ കളിയച്ഛനാണ് നമുക്ക് എല്ലാവർക്കും എന്നുള്ളതാണ്. എല്ലാവർക്കും ഒരേ കളിയച്ഛനാണ് കച്ചമെഴുക്കുകൾ തന്നത് എന്ന് നമുക്ക് ഓർത്തുകൊണ്ട് ഈ ഫൈനൽ അവസാനിപ്പിക്കാൻ പറ്റി എന്നുള്ളത് വലിയൊരു കാര്യമായി. ഭൂമിയുടെ അവകാശികൾ എല്ലാവരുമാണ് എന്ന് നമുക്ക് ചെയ്യാൻ പറ്റി. അത് ശ്യാമിന്റെ അതിഗംഭീര പ്രകടനത്തോടു കൂടി ഞങ്ങൾ ഏറെ സന്തോഷവാന്മാരാണ്. സന്തോഷം. താങ്ക് യു സർ. ബാബു സർ. ശ്യാംലാൽ, നിങ്ങളെല്ലാം ചേർന്ന് ഞങ്ങളെ കുഴക്കുകയാണ്. എന്താ ചെയ്യേണ്ടത് ഇപ്പോൾ വലിയ പ്രശ്നമാണ്. ശ്യാംലാലിൻ്റെ ചൊല്ലലിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഇരങ്ങ് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അരങ്ങ് എന്നുള്ളത് ഇരങ്ങ് എന്ന് വന്നുപോയി എന്നുള്ളത്. ഇവിടെ നാരായണ ഗുരുവിൻ്റെ ഒരു ഇതുണ്ട്, അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരയണം. ഞങ്ങൾ ഇങ്ങനെ സുഖിപ്പിച്ച എന്താ ചെയ്യുക? ആത്മസുഖത്തോടു കൂടിയാണ് ആര് പാടുന്നത്? ശ്യാംലാൽ പാടുന്നത്. നിറഞ്ഞ ആത്മസുഖത്തോടു കൂടി അങ്ങനെ പാടുകയാണ്. പക്ഷേ ആ ആത്മസുഖം ഞങ്ങൾക്കും സുഖത്തിനായി വരുന്നു എന്നുള്ളതാണ് സന്തോഷം. താങ്ക് യു ജഡ്ജസ്. ശ്യാംലാൽ, വളരെ നല്ല ഒരു അഭിപ്രായമാണ് എല്ലാ വിധികർത്താക്കൾക്കും പറയാനുള്ളത്. കുറച്ചും കൂടെ പ്രതീക്ഷകൾ കൂടി. ഇനി ഫൈനൽ എന്തായിരിക്കും വിധി എന്നതിൽ അറിയില്ല. ഞങ്ങൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. വിധി എന്തായാലും അനുകൂലമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. മയിൽപീലി 2018 വിന്നറായി ശ്യാംലാൽ, 2ാം സ്ഥാനത്ത് അശ്വതി മോഹൻ, 3ാം സ്ഥാനത്ത് അർച്ചന ശ്രീ നായർ, 4ാം സ്ഥാനത്ത് വിഷ്ണു ഭട്ടതിരിപ്പാട്. ഇവർക്കുള്ള പുരസ്കാരം ഈ വേദിയിൽ സമ്മാനിക്കുകയാണ്.
മഹാരാഷ്ട്രയുടെ സാംസ്കാരിക നഗരിയിൽ ദൃശ്യ വിരുന്നൊരുക്കി പൊൻചിലങ്ക. പൂനെയിലെ വിവിധ സംഘടനകളെ പ്രതിനിധാനം ചെയ്ത ടീമുകളാണ് മത്സരവേദിയെ ആവേശത്തിലാക്കിയത്. ഗുഡ്വിൻ ഗ്രൂപ്പ് സംഘടിപ്പിച്ച കൈകൊട്ടിക്കളി മത്സരത്തിൽ പൂനെയിലെ നിരവധി സംഘടനകൾ മാറ്റുരച്ചു. രാവിലെ 10 മണിക്ക് ഭദ്രദീപം കൊളുത്തി പൊൻചിലങ്ക കൈകൊട്ടിക്കളി മത്സരത്തിന് തുടക്കമായി. ഒന്നിനൊന്ന് മെച്ചപ്പെട്ട ടീമുകളിലായി 100 കണക്കിന് വനിതകൾ ചുവടുകൾ വെച്ചു. പൂനെയിലെ വിവിധ സംഘടനകളെ പ്രതിദാനം ചെയ്ത ടീമുകളാണ് മത്സരവേദിയെ ആവേശത്തിലാക്കിയത്. ഗുഡ്വിൻ ജുവല്ലേഴ്സ് എല്ലാ വർഷവും പൂനെയിലുള്ള ഈ കലാകാരന്മാരെയും കലാകാരികളെയും വളരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഗ്രൂപ്പായിട്ട് ഞങ്ങൾ ഇവരെ കാണുന്നു. കേരളത്തിലെ നാലുകെട്ടിന്റെ നടുമുറ്റത്ത് ഉത്സവകാലങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന കൈകൊട്ടിക്കളിയെ ആഘോഷമാക്കുകയായിരുന്നു മഹാരാഷ്ട്രയുടെ സാംസ്കാരിക തലസ്ഥാനം. ഉത്സവ പ്രതീതി ഉളവാക്കി മറുനാട്ടിലെ മലയാളി മംഗമാർ തിരുവാതിരകളിക്ക് ചുവടുകൾ വെച്ചപ്പോൾ മത്സരാർത്ഥികൾക്ക് ആവേശം പകരുന്ന കരഘോഷവുമായി സദസ്സും പങ്കുചേർന്നു. വൈകിട്ട് നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ വിജയികളെ പ്രഖ്യാപിച്ചു. പൂനെയിലെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരായ ഹരിനാരായണൻ, ജാഫർ, സജീവ് വർക്കി, വിശ്വനാഥൻ തുടങ്ങി നിരവധി പേർ വേദിയെ ധന്യമാക്കി. കാത്തിരിപ്പിനൊടുവിൽ വിജയികളെ പ്രഖ്യാപിച്ചപ്പോൾ മത്സരാർത്ഥികൾക്കൊപ്പം സദസ്സും ആവേശത്തിലായി. പൂനെ മലയാളി സമാജമാണ് വിജയകിരീടം ചൂടിയത്. വിജയകിരീടം സ്വന്തമാക്കാൻ പൂനെ മലയാളി സമാജത്തിലെ കലാകാരികൾ വേദിയിലേക്ക് ഓടിയെത്തുമ്പോൾ സദസ് ഒന്നടങ്കം കരഘോഷത്തോടെ വരവേറ്റു. എന്തായാലും ഫസ്റ്റ് പ്രൈസ് മേടിച്ചിട്ടേ പോളൊന്നുണ്ടായിരുന്നു. അത് വാശിയിലായിരുന്നു ഞങ്ങള്. CMS കലാവേദി 2ാം സ്ഥാനം നേടിയപ്പോൾ സംഗമം മലയാളി സമാജമാണ് 3ാം സ്ഥാനം കരസ്ഥമാക്കിയത്. ഞങ്ങളെല്ലാവരും ജോലി ചെയ്യുന്നവരും വീട്ടിലും ജോലിയുള്ളവരും പഠിക്കുന്നവരും എല്ലാവരുമാണ്. പക്ഷെ എന്നാലും അതിന്റെ ഇടയിൽ സമയം കണ്ടെത്തി ഞങ്ങൾ ചെയ്തു. ഇതെല്ലാം ഞങ്ങളുടെ അമ്മമാരും ഞങ്ങളുടെ മരുമക്കളും അങ്ങനത്തെ ഒരു ഗ്രൂപ്പാണ് ഞങ്ങളുടെ. എല്ലാവരും അമ്മമാരല്ല, യങ്സ്റ്റേഴ്സും അമ്മമാരും ചേർന്നിട്ട് ഒരു ഗ്രൂപ്പാണ്. വിജയികൾക്ക് ട്രോഫിയും സ്വർണ്ണ നാണയങ്ങളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. താരാവർമ്മ, ജയശ്രീ നായർ, ഡിംപിൾ ഗിരീഷ് എന്നിവർ വിധികർത്താക്കളായിരുന്നു. പോയ വർഷത്തേക്കാൾ നിലവാരമുള്ള പ്രകടനങ്ങളാണ് പങ്കെടുത്ത കലാകാരികൾ കാഴ്ചവെച്ചതെന്ന് മുംബൈയിലെ പ്രശസ്ത കഥകളി കലാകാരിയും അഭിനേത്രിയുമായ താരാവർമ്മ പറഞ്ഞു. വളരെ സ്റ്റാൻഡേർഡ് കൂടിയിട്ടുണ്ടായിരുന്നു ഇത്തവണ എല്ലാ മത്സരങ്ങൾക്കും. അവരുടെ ആ ഡെഡിക്കേഷൻ, ആ ഒരു വാശി വളരെ പോസിറ്റീവ് എനർജി ആയിട്ട് തോന്നി. ഇക്കുറി മത്സരത്തെ കുറെ കൂടി ഗൗരവപരമായി കാണുവാൻ മത്സരാർത്ഥികൾ ശ്രദ്ധിച്ചതായി നർത്തകി കൂടിയായ ഡിംപിൾ ഗിരീഷ് അഭിപ്രായപ്പെട്ടു. വർഷത്തെ പാർട്ടിസിപ്പൻസിനെ അപേക്ഷിച്ച് ഈ വർഷത്തെ പാർട്ടിസിപ്പൻസിന് കുറച്ചുകൂടെ എനർജി ലെവൽ കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. കാരണം അവർ കുറച്ചുകൂടെ കോമ്പറ്റീഷൻസിനെ കുറിച്ച് സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങിയെന്നാണ് എനിക്ക് ഈ ഒരു പ്രോഗ്രാം ജഡ്ജ് ചെയ്തപ്പോൾ തോന്നിയത്. കൈകൊട്ടിക്കളിക്കുള്ള പാട്ടുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ജയശ്രീ മേനോനും അഭിപ്രായപ്പെട്ടു. കൈകൊട്ടികളി പാട്ടുകൾ അല്ലെങ്കിൽ തിരുവാതിരകളി പാട്ട് സെലക്ട് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് അതിന്റെ അർത്ഥം മനസ്സിലാക്കി സെലക്ട് ചെയ്യണം. വെറും അതിന്റെ താളവും അതിന്റെ ഭംഗിയും അതിന്റെ ഇതും കണ്ട് മാത്രമല്ല അതിന്റെ ലിറിക്സും ഒക്കെ ശ്രദ്ധിച്ചിട്ട് വേണം സെലക്ട് ചെയ്യുന്നത്. മത്സരാർത്ഥികളുടെ പങ്കാളിത്തം അഭിനന്ദനീയമാണെന്ന് ഗുഡ്വിൻ ഗ്രൂപ്പ് സാരഥി സുനിൽ കുമാർ പറഞ്ഞു. ഇവിടെ പ്രായമേറിയ സ്ത്രീകളുടെ പങ്കാളിത്തം വളരെ കൂടുതലായിരുന്നു. വളരെ സ്റ്റാൻഡേർഡ് ഉള്ള പ്രോഗ്രാമായിരുന്നു. വളരെ നല്ല ജഡ്ജ്മെന്റ് ആയിരുന്നു. സാമൂഹിക പ്രതിബദ്ധതയോടെ കേരളത്തിന്റെ തനത് കലകളെ പരിപോഷിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഗുഡ്വിൻ ഗ്രൂപ്പ് ഇത്തരം വേദികൾ ഒരുക്കുന്നതെന്ന് സുധീഷ് കുമാർ അഭിപ്രായപ്പെട്ടു. ഗുഡ്വിൻ ഗ്രൂപ്പിനെ അഥവാ ഗുഡ്വിൻ ജ്വല്ലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ കമ്മിറ്റ്മെന്റിൽ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ബിസിനസ് മാത്രമല്ല, അതുപോലെ തന്നെ കലാ പരിപാടികളായിട്ട് ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനൊരു ഭാഗമായിട്ടാണ് ബസ് തൊഴിലാളികളുടെ അനിശ്ചിതകാല പണിമുടക്ക് നഗരത്തിലെ ലക്ഷക്കണക്കിന് യാത്രക്കാരെ ദുരിതത്തിലാക്കി. ദിവസം തോറും 25 ലക്ഷത്തിലധികം പേരാണ് ഈ സർവീസുകളെ ആശ്രയിക്കുന്നത്. ബസ് ഡ്രൈവർമാരും കണ്ടക്ടർമാരും അടക്കം 30,000-ലധികം തൊഴിലാളികൾ പണിമുടക്ക് പ്രഖ്യാപിച്ചതോടെ തിരക്കേറിയ മുംബൈ നഗരവീഥികളിൽ യാത്രക്കാർ ദുരിതത്തിലായി. ബസ്സുകളില്ലാതെ നഗരത്തിലെ റോഡുകൾ അപൂർവ കാഴ്ചയൊരുക്കി. ബസ് സ്റ്റാൻഡുകൾ വിശ്രമ കേന്ദ്രങ്ങളായി പലർക്കും. ഭാഗ്യം തുണച്ചത് ടാക്സിക്കാർക്കാണ്. ഒല, ഊബർ തുടങ്ങിയ ഓൺലൈൻ ടാക്സികളുടെ വരവോടെ ആർക്കും വേണ്ടാതെ കിടന്ന പരമ്പരാഗത ടാക്സികൾ അവസരം മുതലെടുത്തു. മുനിസിപ്പൽ കമ്മീഷണറും ബസ് ജീവനക്കാരുടെ യൂണിയൻ നേതാക്കളും തമ്മിൽ നടത്തിയ ചർച്ച വീണ്ടും അലസിപ്പിരിഞ്ഞു. ശമ്പള വർധന, മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷന്റെ ബജറ്റുമായി ലയിപ്പിക്കുക, കോർപ്പറേഷൻ ജീവനക്കാരുടെ ഇതിന് തുല്യമായ ബോണസ് നൽകുക തുടങ്ങിയ ആവശ്യങ്ങളാണ് യൂണിയൻ മുന്നോട്ട് വച്ചിരിക്കുന്നത്. വരയിലും വർണ്ണങ്ങളിലും വിസ്മയ കാഴ്ചയൊരുക്കി വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ. നവി മുംബൈയിലെ മലയാളി കൂട്ടായ്മ സംഘടിപ്പിച്ച ചിത്രരചന മത്സരത്തിൽ 500ഓളം കുട്ടികൾ മാറ്റുരച്ചു. പ്രകൃതിയോട് ചേർന്ന് കിടക്കുന്ന ബേലാപൂർ അർബൻ ഹാട്ടിൽ ഈ കുരുന്നുകളെല്ലാം ഒത്തുകൂടിയത് വിരൽത്തുമ്പിൽ ഒളിപ്പിച്ച മാന്ത്രിക സ്പർശവുമായാണ്. 5 വയസ്സുകാരൻ ആര്യനും 8 വയസ്സായ അനുഷ്കയും 13ന്റെ പടിവാതിൽ നിൽക്കുന്ന വൈഷ്ണവിയുമെല്ലാം പ്രായമനുസരിച്ചുള്ള 3 വിഭാഗങ്ങളിലായാണ് ചിത്രരചനാ മത്സരത്തിൽ പങ്കാളികളായത്. ക്യാൻവാസുകളിൽ വരയുടെ വർണ്ണക്കാഴ്ചകൾ ഒരുക്കിയും ചായക്കൂട്ടുകളിൽ നിറങ്ങൾ ചാലിച്ചും അർബൻ ഹാട്ടിലെത്തിയ കുരുന്നുകളുടെ ഭാവനകൾ നൂതനാനുഭവം പകർന്നാടി. 3 വിഭാഗങ്ങളിലായാണ് മത്സരം നടന്നത്. കാർഗർ മലയാളി കൂട്ടായ്മ കുട്ടികൾക്കായി സംഘടിപ്പിച്ച ആദ്യ ചിത്രരചനാ മത്സരം കുട്ടികളുടെ
യുവാക്കളുടെ സജീവ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. നവി മുംബൈയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി 500ഓളം കുട്ടികളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. കലാസ്വാദകരെ വിസ്മയിപ്പിച്ച വർണ്ണക്കാഴ്ചകൾ ഒന്നിനൊന്നു മെച്ചമായതോടെ വിധികർത്താക്കൾക്കും വെല്ലുവിളിയായി. എല്ലാ വിഭാഗത്തിലും ആദ്യത്തെ 5 സ്ഥാനങ്ങൾ ലഭിച്ചവർക്ക് ക്യാഷ് പ്രൈസും ട്രോഫിയും സർട്ടിഫിക്കറ്റുകളും നൽകി. കലാക്ഷേത്രം ഡോംബിവലിയുടെ വാർഷികാഘോഷങ്ങൾ നടന്നു. 3 ദിവസം നീണ്ട ആഘോഷ പരിപാടികളിൽ കലാക്ഷേത്രം വിദ്യാർത്ഥികൾ വേദിയെ വിസ്മയിപ്പിച്ചു. ഡോംബിവലി മോഡൽ ഇംഗ്ലീഷ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ആഘോഷ പരിപാടികളിൽ കലാക്ഷേത്രം വിദ്യാർത്ഥികളുടെ വൈവിധ്യമാർന്ന കലാവിരുന്നും അരങ്ങേറി. വിദ്വാൻ TN അശോക് മുഖ്യാതിഥിയായിരുന്നു. ആര്യ നമ്പൂതിരിയുടെ ശിഷ്യർ കാഴ്ചവെച്ച ഭരതനാട്യവും ഡോക്ടർ ഓമനക്കുട്ടൻ നായരും ശിഷ്യരും ചേർന്ന് അവതരിപ്പിച്ച ശിവോഹവും അരങ്ങേറി. പരമശിവനെ ധ്യാനിച്ചുകൊണ്ടുള്ള മുത്തുസ്വാമി ദീക്ഷിതരുടെ പഞ്ചഭൂത കൃതികൾ ഉൾപ്പെട്ട കർണാടക സംഗീത പരിപാടിയാണ് ശിവോഹം. ഗുരു കലാശ്രീ കലാമണ്ഡലം ഗോപാലകൃഷ്ണന്റെ ശിഷ്യർ നടത്തിയ മോഹിനിയാട്ടവും ഏറെ ശ്രദ്ധേയമായി. സമാപന ദിവസം കഥകളിയിൽ അരങ്ങേറ്റം കുറിച്ചുകൊണ്ടുള്ള പുറപ്പാടിൽ മാസ്റ്റർ അശ്വിൻ നന്ദഗോപൻ, ഡോക്ടർ നിഖിൽ ശാസനെ, ബാബു നായർ എന്നിവർ അരങ്ങിലെത്തി. തുടർന്ന് നടന്ന കഥകളിയിൽ നളചരിതം 1-ാം ദിവസം, ഭാഗവതം എന്നീ ഖണ്ഡങ്ങൾ അരങ്ങേറി. കലാക്ഷേത്രത്തിലെ വിദ്യാർത്ഥികളും ഗുരു കലാമണ്ഡലം ഗോപാലകൃഷ്ണനും കേരളത്തിൽ നിന്നുള്ള കലാകാരന്മാരുമാണ് അരങ്ങിൽ വിസ്മയം തീർത്തത്. PNB മെറ്റ്ലൈഫും സ്മോൾ ഫൈനാൻസ് ബാങ്കും ലൈഫ് ഇൻഷുറൻസ് വിതരണത്തിന് പങ്കാളികളായി. രാജ്യത്തെ 10 മുൻനിര ലൈഫ് ഇൻഷുറൻസ് കമ്പനികളിലൊന്നായ PNB മെറ്റ്ലൈഫും കേരളം കേന്ദ്രമായ ഇസാഫ് സ്മോൾ ഫൈനാൻസ് ബാങ്കുമാണ് പങ്കാളിത്ത കരാറിൽ ഒപ്പിട്ടത്. ഇതോടെ ഇസാഫിന്റെ മുഴുവൻ ഇടപാടുകാർക്കും കൂടുതൽ സേവന പദ്ധതികളുടെ പ്രയോജനം ലഭ്യമാകുമെന്ന് കമ്പനി അവകാശപ്പെടുന്നു. പുതിയ കരാറനുസരിച്ച് നിലവിലുള്ള ഉപഭോക്താക്കൾക്ക് പുറമെ ഇസാഫിന്റെ ഇടപാടുകാർക്കും ഇൻഷുറൻസ് സേവനങ്ങൾ നൽകാൻ PNB മെറ്റ്ലൈഫിന് കഴിയുമെന്ന് MD ആശിഷ് കുമാർ ശ്രീവാസ്തവ മുംബൈയിൽ ചേർന്ന പത്രസമ്മേളനത്തിൽ അറിയിച്ചു. Think alike and looking at expanding financial reach to the parts of the country. സർക്കാരിന്റെ സമഗ്ര സാമ്പത്തിക പദ്ധതികളിൽ പങ്കാളിത്തം ഉറപ്പാക്കാനും കൂടുതൽ പേരിലേക്ക് സേവനം വ്യാപിപ്പിക്കുവാനും കരാർ നിമിത്തമാകുന്ന പ്രത്യാശയിലാണ് ഇസാഫ് സ്മോൾ ഫൈനാൻസ് ബാങ്ക്. അംശുംപുഴ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്ന. കൂടുതൽ മുംബൈ വിശേഷങ്ങളുമായി എല്ലാ ബുധനാഴ്ച രാത്രി 9:30 പീപ്പിൾ ടിവിയിലും എല്ലാ ഞായറാഴ്ച രാവിലെ 7:30 കൈലി ടിവിയിലും.